നമസ്കാരം. അനുഭവം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പലപ്പോഴും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ചെറുക്കൻ്റെ വീട്ടുകാരെയും പറ്റി നമുക്ക് അറിയാൻ കഴിയാറുള്ളത്. അപ്പോഴേക്കും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ ഒരു അബദ്ധം ഞങ്ങളുടെ കുടുംബത്തിലും നടന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണമെന്നും ഞാൻ തീരുമാനിച്ചത്. വിവാഹം എന്നത് രണ്ടു പേരുടെയും ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കാനുള്ള ചടങ്ങാണ്. പക്ഷേ ഇന്ന് പല പെൺകുട്ടികൾക്കും വിവാഹശേഷം ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. പലരും സ്വന്തം വിഷമങ്ങൾ സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല കുടുംബം എന്ന ഒറ്റ മാനദണ്ഡം മാത്രമല്ല, അവിടെ പെൺകുട്ടിയുടെ സന്തോഷം, സുരക്ഷ, സ്വാതന്ത്ര്യം, ബഹുമാനം എന്നിവയും ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ ആദ്യത്തേത്, പെൺകുട്ടിയുടെ പരിപൂർണ സമ്മതത്തോടെയും ഇഷ്ടത്തോടെയും മാത്രമായിരിക്കണം അവളുടെ വിവാഹം നടക്കേണ്ടത്. കുടുംബക്കാർ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കല്യാണവും തീരുമാനിക്കരുത്. വിവാഹത്തിന് മുൻപ് ഇരുവരും തുറന്ന് സംസാരിക്കുവാൻ അവസരം നൽകുക. അവരുടെ പ്രതീക്ഷകൾ, ജോലി, താമസം, കുടുംബ ഉത്തരവാദിത്തങ്ങൾ എന്നിവ അവർ സംസാരിച്ച് മനസ്സിലാക്കണം. വിവാഹം ഒരു ദിവസത്തെ ചടങ്ങല്ല, രണ്ടുപേരുടെയും ജീവിതയാത്രയാണ്. അതിനാൽ ആൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സമയമെടുക്കുന്നത് വളരെ പ്രധാനമാണ്. അടുത്തതായി, ആൺകുട്ടിയുടെ സ്വഭാവത്തെപ്പറ്റിയാണ് നമ്മൾ അറിയേണ്ടത്. അവന് ഉത്തരവാദിത്ത ബോധവും ബഹുമാനവും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കോപം, മദ്യപാനം, അധിക നിയന്ത്രണ സ്വഭാവം, സ്ത്രീകളെ അപമാനിക്കുന്ന സമീപനം, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചറിയണം. ചെറുക്കൻ്റെ സ്വഭാവം പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിവാഹം തീരുമാനിക്കുക. പെട്ടെന്നുള്ള ഒരു തീരുമാനം എടുക്കരുത്. അടുത്തതായി, അവൻ്റെ കുടുംബാന്തരീക്ഷത്തെപ്പറ്റി അറിയുക. ആ വീട്ടിൽ സ്ത്രീകൾക്ക് ബഹുമാനമുണ്ടോ എന്നും അനാവശ്യ ഇടപെടലുകളും മാനസിക സമ്മർദ്ദങ്ങളും ആവശ്യമില്ലാത്ത വഴക്കുകളും ഉണ്ടാകുന്ന കുടുംബമാണോ എന്നും അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അടുത്തതായി, സാമ്പത്തിക സ്ഥിരത. ചെറുക്കൻ്റെ വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിരതയും നമ്മൾ മനസ്സിലാക്കണം. വലിയ സമ്പത്ത് വേണമെന്നല്ല, സ്ഥിരമായ ജീവിതം നയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്ന് നോക്കുക. അതുപോലെ അവൻ്റെ കടബാധ്യതകളും ജോലി സ്ഥിരതയും തീർച്ചയായും മനസ്സിലാക്കണം. പിന്നെ അവരുടെ വിദ്യാഭ്യാസവും ജീവിത ലക്ഷ്യങ്ങളും മനസ്സിലാക്കുക. പെൺകുട്ടിക്ക് ജോലി അല്ലെങ്കിൽ പഠനം തുടരാൻ പിന്തുണയുണ്ടാവുമോ? അതുപോലെ തന്നെ ഇരുവരുടെയും ചിന്താഗതിയും പൊരുത്തപ്പെടുന്നുണ്ടോ എന്നും നോക്കുക. പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒളിച്ചു വയ്ക്കാതിരിക്കുക. മാനസികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും രണ്ടുപേരും തുറന്നു പറയുകയും വേണം. അതുപോലെ തന്നെ സ്ത്രീധനവും അനാവശ്യ ആവശ്യങ്ങളും ചോദിക്കുന്നവരെ ഒഴിവാക്കുക. വിവാഹം ഒരു ഇടപാടാകരുത്. പണം, സ്വർണം, വാഹനം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവരോട് ജാഗ്രത വേണം. അടുത്തതായി, ജാതി, പണം, സ്റ്റാറ്റസ്, ജാതകം ഇത് മാത്രം നോക്കിയാവരുത് ഒരു വിവാഹം. നല്ല മനസ്സും പെരുമാറ്റവുമാണ് ദീർഘകാല സന്തോഷത്തിന് കൂടുതൽ പ്രധാനപ്പെട്ടത്. ഇനി ചെറുക്കൻ വിദേശത്താണെന്നും നല്ല ശമ്പളമുണ്ടെന്നും മാത്രം കേട്ടുകൊണ്ടാവരുത് വിവാഹം നടത്തുന്നത്. അവൻ എത്ര കൊല്ലമായി വിദേശത്ത് ജോലി ചെയ്യുന്നുവെന്നും അവൻ്റെ ജോലിയുടെ വിശദാംശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പല ആൺകുട്ടികളും അവരുടെ വിവാഹം നടത്താൻ വേണ്ടിയും പെൺവീട്ടുകാരോട് പറയാൻ വേണ്ടിയും മാത്രം വിദേശത്ത് പോകാറുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിക്കും പോകാതെ നാട്ടിൽ തന്നെ സ്ഥിരമാക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ചതി പറ്റരുത്. ആൺകുട്ടിയും പെൺകുട്ടിയും നേരിട്ട് കണ്ടതിനും സംസാരിച്ചതിനും ശേഷം തീരുമാനങ്ങൾ നടത്തുക. ഒരിക്കലും ചെറുക്കൻ്റെ ഫോട്ടോ മാത്രം കണ്ട് ഒരു തീരുമാനവും എടുക്കരുത്. കാരണം
ഫോട്ടോയിൽ ഉള്ളതുപോലെ ആവണം എന്നില്ല നേരിട്ട് കാണുമ്പോൾ. അതുപോലെ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞാലും അവരുടെ സുരക്ഷ നോക്കേണ്ടത് നമ്മളുടെ കടമ തന്നെയാണ്. എന്തു വന്നാലും സഹിക്കണം എന്ന ഉപദേശം കൊടുക്കുന്നതിനു പകരം പ്രശ്നമുണ്ടെങ്കിൽ അച്ഛനമ്മമാരോട് വന്ന് പറയാനും പിന്തുണ നേടാനും ആത്മവിശ്വാസം കൊടുക്കുക. വിദേശത്തുള്ളൊരു പയ്യൻ്റെ ഫോട്ടോ മാത്രം കണ്ട് വിവാഹം തീരുമാനിച്ച ഒരു കുടുംബമാണ് ഞങ്ങളോടത്. പിന്നീടാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. അതുപോലെ നിങ്ങളും ആവരുത്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.